നമസ്കാരം, ഞാൻ ഡോക്ടർ കുര്യൻ തോമസ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ന്യൂറോപ്പതി എന്ന് പറയുന്ന രോഗത്തിൻ്റെ പരിശോധനയും ചികിത്സയും എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചാണ്. ന്യൂറോപ്പതി എന്ത് എന്നും അതിൻ്റെ രോഗലക്ഷണങ്ങൾ, അതിൻ്റെ കാരണങ്ങൾ എന്നത് നമ്മൾ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ന്യൂറോപ്പതി പ്രധാനമായും അക്യൂട്ടായിട്ടുള്ള പെരിഫറൽ ന്യൂറോപ്പതി ആകാം, ക്രോണിക് ആയിട്ടുള്ള പെരിഫറൽ ന്യൂറോപ്പതി ആകാം. ക്രോണിക് ആയിട്ടുള്ള നീണ്ട കാലങ്ങളായുള്ള ന്യൂറോപ്പതിയുടെ പരിശോധനയും ലക്ഷണങ്ങളും അതിൻ്റെ ചികിത്സയും കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ന്യൂറോപ്പതിയുടെ കാരണങ്ങൾ എന്ത് എന്ന് നോക്കാൻ നമ്മൾ ഏറ്റവും ആദ്യമേ രോഗിയുടെ ലക്ഷണങ്ങളെ ആശ്രയിച്ച് കാരണം മനസ്സിലാക്കാമോ എന്ന് നോക്കും. അപ്പോൾ ഉദാഹരണത്തിന് ഇമ്മ്യൂണിറ്റി തെറ്റായ രീതിയിൽ പ്രവർത്തിക്കുന്ന അസുഖങ്ങൾ കൊണ്ടുള്ള ന്യൂറോപ്പതി ആണെങ്കിൽ പലപ്പോഴും ജോയിൻറ്റിന് വേദനകൾ, കയ്യിലും മുഖത്തുമൊക്കെ റാഷസ്, പാടുകൾ, നാക്കിലും വായിലുമെല്ലാം അൾസറുകൾ വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാറുണ്ട്. HIV, ലെപ്രസി എന്നൊക്കെ പറഞ്ഞുള്ള രോഗങ്ങൾ, ഇപ്പോൾ കുഷ്ഠരോഗമൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ജോയിൻറ്റുകൾക്കും ഡാമേജ് ഉണ്ടാവുകയും ദേഹത്ത് വെള്ളപ്പാടുകൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യും. ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളുള്ള ആളുകൾക്ക് വെയിറ്റ് കുറയുക, ശരീരത്തിൽ തടിപ്പുകൾ ഉണ്ടാവുക, തൈറോയിഡിനോ ബ്രസ്റ്റിനോ അങ്ങനെയുള്ള തടിപ്പുകളും രോഗത്തിൻ്റെ ലക്ഷണങ്ങളും ഉണ്ടായേക്കാം. ഇനി രക്തത്തിൻ്റെ ടെസ്റ്റുകളിലേക്ക് വന്നാൽ നമ്മൾ ബ്ലഡിൻ്റെ കൗണ്ട്, ESR പോലെയുള്ള അളവുകൾ ഈ ഇമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള അസുഖങ്ങളിൽ കൂടി നിൽക്കുകയായിരിക്കും. ഷുഗർ കൺട്രോൾ ആണോ, കഴിഞ്ഞ 3 മാസത്തെ ഷുഗർ കൺട്രോൾ ആണോ എന്ന് നോക്കുന്നതിന് HbA1c എന്നൊക്കെ പറയുന്ന ടെസ്റ്റുകൾ ചെയ്യുകയും ലിവറിൻ്റെയും കിഡ്നിയുടെയും പരിശോധനകൾ നടത്തുകയും HIV പോലെയുള്ള അസുഖങ്ങളുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുകയും വെയിറ്റ് കുറയുകയും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ എക്സ്റേ, അൾട്രാസൗണ്ട് പോലെയുള്ള പരിശോധനകൾ നടത്തി ശരീരത്തിൽ എവിടെയെങ്കിലും ക്യാൻസറിൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ടോ എന്ന് കണ്ടുപിടിക്കുകയും ചെയ്യും. ന്യൂറോപ്പതിയുടെ രോഗലക്ഷണങ്ങൾ ഉള്ള ഒരു രോഗിക്ക് അത് ഉണ്ടോ എന്നും എന്ത് തരമാണ് എന്ന് നോക്കുന്നതിനും ചെയ്യുന്ന പ്രധാനപ്പെട്ട ടെസ്റ്റാണ് നെർവ് കണ്ടക്ഷൻ സ്റ്റഡി. കയ്യിലും കാലിലും ഉള്ള മസിലുകളെ കറണ്ട് വെച്ച് ഉത്തേജിപ്പിക്കുകയും അതിൽ നിന്ന് ഞരമ്പിൻ്റെ പ്രവർത്തനം പ്രവർത്തനത്തിന് താമസമുണ്ടോ, ഞരമ്പിൻ്റെ പ്രവർത്തനത്തിൻ്റെ ശക്തി എത്ര എന്ന് മനസ്സിലാക്കുന്ന ടെസ്റ്റാണ് നെർവ് കണ്ടക്ഷൻ സ്റ്റഡി. ന്യൂറോപ്പതി ഉണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിനും ചികിത്സയ്ക്ക് ശേഷമൊക്കെ ന്യൂറോപ്പതി മെച്ചപ്പെട്ടോ എന്ന് നോക്കുന്നതിനും ഈ നെർവ് കണ്ടക്ഷൻ സ്റ്റഡി നമ്മളെ സഹായിക്കും. ഇനി നമുക്ക് ന്യൂറോപ്പതിയുടെ ചികിത്സയിലേക്ക് വരാം. ചികിത്സ പ്രധാനമായിട്ടും 2 തരത്തിലാണ്. ന്യൂറോപ്പതിയുടെ കാരണം എന്താണോ ആ കാരണം മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ. പുകച്ചിലും വേദനയും തരിപ്പുമൊക്കെ കുറയ്ക്കാനുള്ള മരുന്നുകൾ എടുത്തുകൊണ്ടിരുന്നാലും കാരണം കൈകാര്യം ചെയ്തില്ല എങ്കിൽ ന്യൂറോപ്പതി വഷളാവുകയും പുകച്ചിലും പെരുപ്പുമൊക്കെ കൂടുകയും അത് ബലക്കുറവിലേക്കൊക്കെ നീണ്ടുപോവുകയും ചെയ്യാം. കാരണം ഡയബറ്റീസ് ആണ് എങ്കിൽ അത് നല്ല കൺട്രോളിൽ വെക്കണം. ഭക്ഷണത്തിന് മുമ്പുള്ള ഷുഗർ ഒരു 120-ൻ്റെ താഴെയും ഭക്ഷണത്തിന് ശേഷമുള്ള ഷുഗർ ഒരു 160-ൻ്റെ താഴെയും, ആവറേജ് ഷുഗർ എന്ന് നോക്കുന്ന HbA1c ടെസ്റ്റ് 7-ൻ്റെ താഴെയും വെക്കണം. പുകവലിയും മദ്യ ഉപയോഗവും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഉപേക്ഷിക്കണം. വൈറ്റമിൻ B12 പോലെയുള്ള വൈറ്റമിനുകളുടെ കുറവുണ്ട് എങ്കിൽ അതിന് വേണ്ട തോതിൽ കൊടുക്കുകയും അത് കാലാകാലങ്ങളിൽ ചെക്ക് ചെയ്യുകയും ചെയ്യണം. തൈറോയിഡ് പോലെയുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ അതിന് ഡോസ് കറക്റ്റ് ആക്കുകയും കാലാകാലങ്ങളിൽ വീണ്ടും ടെസ്റ്റ് ചെയ്ത് നോക്കണം. ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ചികിത്സ നടക്കുമ്പോൾ ന്യൂറോപ്പതിക്ക് ശമനമുണ്ടാകും. പക്ഷെ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന മരുന്നുകൾ ന്യൂറോപ്പതി വഷളാക്കുന്നവയാണോ എന്നത് ശ്രദ്ധിക്കേണ്ടതും ഉണ്ട്. കാരണം മാറ്റുന്നതോടെ ന്യൂറോപ്പതി വഷളാകുന്നത് ഒരു പരിധിവരെ നമുക്ക് തടയാൻ സാധിക്കും. ഇനി രോഗികൾക്കുള്ള രോഗലക്ഷണങ്ങളെ എങ്ങനെ ചികിത്സിക്കാം? പുകച്ചിൽ, പെരുപ്പ്, തരിപ്പ്, മസിൽ കോച്ചിപ്പിടുത്തം, ഇങ്ങനെയുള്ളതിനെല്ലാം മരുന്നുകളുണ്ട്. പ്രിഗബലിൻ, ഗാബാപെൻറ്റിൻ, അമിട്രിപ്റ്റിലിൻ, ഡുലോക്സിറ്റിൻ എന്ന് പറയുന്ന ചില മരുന്നുകളൊക്കെയാണ് പുകച്ചിലിനും പെരുപ്പിനുമൊക്കെ നമ്മൾ കൊടുക്കുക.
ന്യൂറോപ്പതി ഉള്ള രോഗികൾക്ക് പലപ്പോഴും പുകച്ചിൽ വഷളാകുന്നത് രാത്രി സമയത്തായിരിക്കും. രാത്രിയിൽ പലപ്പോഴും ഇവർക്ക് മസിൽ കോച്ചിപ്പിടിക്കുന്നു, വെട്ടിക്കയറുന്നു, കാലിന് അതിയായ വേദന ഇങ്ങനെയൊക്കെ ഉണ്ടാവാം. ഈ മസിൽ കോച്ചിപ്പിടിക്കുക എന്ന് പറയുന്നതിന് ഞാൻ ആദ്യം പറഞ്ഞ മരുന്നുകളും അതുകൂടാതെ വൈറ്റമിൻ ഇ, കാൽഷ്യം, മഗ്നീഷ്യം എന്ന ഈ ലവണങ്ങളൊക്കെ സപ്ലിമെൻ്റ് ചെയ്താൽ നമ്മുടെ ഈ ക്രാംസ് കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കും. ഈ മരുന്നുകൾ എപ്പോഴും സെഡേഷനും മറ്റ് സൈഡ് എഫക്റ്റുകളും ഉണ്ടാകാതിരിക്കാൻ വളരെ ചെറിയ ഡോസിൽ കൊടുത്ത് പതിയെ ഡോസ് കൂട്ടിക്കൊണ്ടുവരികയാണ് ചെയ്യുക. ഉള്ളിലേക്ക് എടുക്കുന്ന മരുന്നുകൾ കൂടാതെ കാലിന് പുകച്ചിലും പെരുപ്പും എല്ലാം കുറയ്ക്കാൻ ലോക്കൽ ആയിട്ടുള്ള ചില ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസും ഉണ്ട്. അതിന് പ്രിഗബലിൻ, ഈ ഗാബാപെൻറ്റിൻ, ലിഗ്നോക്കെയിൻ എന്നൊക്കെയുള്ള ഓയിൻമെൻറ്റുകൾ ലഭ്യമാണ്. ഇത് കാലിൽ പുരട്ടുകയാണ് എന്നുണ്ടെങ്കിൽ വലിയ സൈഡ് എഫക്റ്റുകളൊന്നും ഇല്ലാതെ നമുക്ക് കാലിൻ്റെ പുകച്ചിലിനൊക്കെ താൽക്കാലികമായിട്ടുള്ള സൗഖ്യം ലഭിക്കുന്നതാണ്. ജീവിത രീതിയിൽ ന്യൂറോപ്പതിയുള്ള രോഗികൾ എന്തൊക്കെ വ്യത്യാസം വരുത്തണം? ന്യൂറോപ്പതിയുള്ള രോഗികൾ പലപ്പോഴും രാത്രിയിൽ ഈ സോക്സ് പോലെയുള്ളതൊക്കെ ധരിക്കുന്നത് നന്നായിരിക്കും. ഒത്തിരി തണുപ്പൊക്കെ അടിക്കുമ്പോൾ അവർക്ക് കാലിൽ പുകച്ചിൽ കൂടുന്നതായും മസിൽ കയറുകയും ഒക്കെ ചെയ്യും. പിന്നെ വേറൊരു കാര്യം ഉള്ളത്, ന്യൂറോപ്പതിയുള്ള രോഗികൾ എപ്പോഴും അവരുടെ കാല് പരിശോധിക്കണം. കാര്യം ഇവർക്ക് സ്പർശനം നന്നായി അറിയാൻ പറ്റാത്തത് കൊണ്ട് അവരറിയാതെ തന്നെ കാലിൽ ചിലപ്പോഴൊക്കെ മുറിവുകൾ ഉണ്ടാവുക. അങ്ങനെയുള്ള മുറിവുകളുണ്ടോ, തൊലി കട്ടിയാകുന്നുണ്ടോ, വിരലുകളുടെ ഇടയിൽ ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ടോ, നഖത്തിൻ്റെ അവിടെ ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന കാര്യങ്ങളൊക്കെ ഇവർ ദിവസവും കാല് പരിശോധിക്കേണ്ടതുണ്ട്. കാലിൻ്റെ അറ്റത്തുള്ള കട്ടിയുള്ള തൊലി അത് ഹെൽത്തി അല്ല എങ്കിൽ അത് ഉരച്ച് മിനുസപ്പെടുത്തുന്നതൊക്കെ നന്നായിരിക്കും. മാർദ്ദവമുള്ള, കാലിൽ കുത്തി നോവേൽപ്പിക്കാത്ത, അവിടെയും ഇവിടെയും തട്ടി അപകടം പറ്റാത്ത രീതിയിൽ ആ വശങ്ങളൊക്കെ കവർ ചെയ്ത രീതിയിലുള്ള ചെരുപ്പുകൾ ഉപയോഗിക്കുന്നത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അല്ലെങ്കിൽ ഇതുപോലെയുള്ള അപകടങ്ങൾ പെട്ടെന്ന് ഉണ്ടാകാം. ഇരുന്നിട്ട് എണീക്കുമ്പോൾ, നടക്കുമ്പോഴൊക്കെ ഒന്ന് പിടിച്ചിട്ട് എണീക്കാൻ, പെട്ടെന്ന് ബാലൻസ് പോകാവുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ, സ്റ്റെപ്പ് കയറുമ്പോഴൊക്കെ പിടിച്ചുകൊണ്ട് കയറാൻ, ചുറ്റുമുള്ള വെളിച്ചം കുറവുള്ള സാഹചര്യങ്ങളിൽ ബാലൻസ് പോകാനുള്ള അപകട സാധ്യത കൂടുതലാണ് എന്ന് മനസ്സിലാക്കി അത് ശ്രദ്ധിച്ചിരിക്കാൻ എല്ലായ്പ്പോഴും ന്യൂറോപ്പതിയുള്ള രോഗികൾ ശ്രദ്ധിക്കണം. പിന്നെ ജീവിത രീതിയിലുള്ള വ്യത്യാസം ഞാൻ മുമ്പേ പറഞ്ഞിരുന്നല്ലോ. പുകവലിയും മദ്യപാനവും ഒക്കെ തീർച്ചയായിട്ടും ഒഴിവാക്കണം. പോഷക ഗുണമുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിക്കുകയും വ്യായാമം ചെയ്യുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാര്യം ന്യൂറോപ്പതിയിൽ മരവിപ്പ്, പുകച്ചിൽ എന്നതിന് ശേഷം പിന്നെ വരുന്നത് ബലക്കുറവും ബാലൻസിൻ്റെ പ്രശ്നങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ കാലിൻ്റെ പാദത്തിൻ്റെ അവിടെ ആയിക്കോട്ടെ, കൈയുടെ ആയിക്കോട്ടെ, തോളിൻ്റെയും ഈ ഇടുപ്പിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ടുള്ള മസിലുകളുടെ ബലം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള നല്ല രീതിയിലുള്ള വ്യായാമം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാലിലൊക്കെ ഇറുകിയ വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ അത് ചിലപ്പോഴൊക്കെ ഇറുകി കിടക്കുന്നത് കൊണ്ട് അവിടെ പൊട്ടാനൊക്കെയുള്ള റിസ്ക് ഉണ്ട്. അപ്പോൾ ആ വസ്ത്രധാരണം വളരെ സുഖകരമായ രീതിയിൽ ഇറുകി കിടക്കാത്തതായിരിക്കണം. അപ്പോൾ വ്യായാമം, നല്ല ഭക്ഷണ രീതി, കാലിൽ മുറിവുകളുണ്ടോ എന്ന് നിരീക്ഷിക്കുക, അപകടകരമായ രീതിയിലുള്ള ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കുക, പോഷകാഹാരങ്ങൾ അടങ്ങിയിരിക്കുന്ന ഭക്ഷണം കഴിക്കുക. ഇതൊക്കെയാണ് ജീവിത രീതിയിൽ ഒരു ന്യൂറോപ്പതിയുള്ള രോഗി മാറ്റം വരുത്തേണ്ടത്. പിന്നെ രോഗികൾ പലപ്പോഴും ചോദിക്കാറുള്ളൊരു കാര്യമാണ്, ഇത് പൂർണ്ണമായും മാറിപ്പോകും. അസുഖം തുടങ്ങി വളരെ നേരത്തെയുള്ള കാലഘട്ടത്തിലാണ് എങ്കിൽ, അസുഖ കാരണം പെട്ടെന്ന് നമുക്ക് മാറ്റാൻ പറ്റിയാൽ തീർച്ചയായിട്ടും ന്യൂറോപ്പതിക്ക് പരിഹാരമുണ്ട്. പക്ഷെ കുറേ നാളായി നിലനിൽക്കുന്നതാണ് എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ന്യൂറോപ്പതി വഷളാകാതിരിക്കാനേ പറ്റുകയുള്ളൂ. രോഗത്തിൻ്റെ കാരണം മാറ്റി നിർത്തുകയും രോഗലക്ഷണങ്ങൾ കുറച്ചു നിർത്താനുള്ള മരുന്നുകൾ കൊടുക്കുകയും ജീവിത രീതിയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തുകൊണ്ട് ന്യൂറോപ്പതി വഷളാകാതെ ശ്രദ്ധിച്ച് കൊണ്ടുപോകേണ്ടി വരും. അതിനായി ഷുഗർ കൺട്രോൾ ആക്കുക, മദ്യം ഉപേക്ഷിക്കുക, കാലാകാലങ്ങളിൽ വേണ്ട ടെസ്റ്റുകൾ ചെയ്ത് ന്യൂറോപ്പതിയുടെ സ്ഥിതി എങ്ങനെ എന്നത് നിരീക്ഷിക്കുക. നന്ദി.